കർത്താവ് തന്ന നല്ല സന്ദർഭത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളാരും യോഗ്യരല്ലായിരുന്നു. യുഗങ്ങൾക്ക് മുമ്പ് അവൻ നമ്മെ കണ്ടു. നിത്യതയിൽ തൻ്റെ പുത്രനോട് നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പറയുന്നു, ഞാൻ പിണ്ടാകാരനായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തോമസ് മാത്യു ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ദീർഘവർഷത്തെ സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. എൻ്റെ ശുശ്രൂഷ കാര്യങ്ങളിൽ വളരെ കൈത്താങ്ങായി നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പാർശ്വയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകൾക്ക് മുമ്പ് ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയാക്കി ആ സന്ദർഭത്തെ ഓർക്കുന്നു. പാർശ്വനായ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ദൈവദിനം പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വീട്ടിൽ പോകാതെ കുറച്ച് പേരോടെ നിൽപ്പുണ്ട്. അവരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ രണ്ട് ഭാഷയും കൂടെ അവരോട് പറയാനുള്ള സാവകാശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. എൻ്റെ പ്രിയ സ്നേഹിതൻ ഭാഷ ജിജിയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സഭകളിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരായ നിങ്ങളെ ഒന്ന് കാണുവാനും നിങ്ങളോട് ചേർന്ന് അല്പസമയം വചനം ശുശ്രൂഷിക്കുവാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഞാനിവിടെ അപരിചിതനല്ല. ഒരുപാട് പേരും ഒരുമിച്ച് ആരാധിച്ചവരോ ഇപ്പോൾ ആരാധിക്കുന്നവരോ ഒക്കെയാണ്. ദൈവം എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഉയർത്തുവാനുള്ളത് കാൽവറിയാണ്. ഉയർത്തുവാനുള്ളത് ഒരു വ്യക്തിയുമല്ല, അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. സ്തോത്രം. പച്ചവില്ലുകളാൽ അലങ്കൃതമായ സ്വർഗസിംഹാസനത്തിൽ വാണരുളിയ ദൈവത്തിന്റെ ഓമനകുമാരൻ ഭാവികളായ നമ്മെ തേടി വന്ന ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഇവിടെ സഞ്ചരിച്ച് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അർത്ഥനഗ്നനായി ആപാദയുടെ നിറമണിഞ്ഞവനായി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ ഓർമ്മയിലാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല ജാതീയ ആരാധനയും ആരംഭിക്കുന്നത് ഭയത്തിൽ നിന്നാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രകൃതി ശക്തികൾ, പൈശാചിക ശക്തികൾ തുടങ്ങി ഉള്ള വസ്തുതകളെ മറ്റുള്ളവർ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു, അവന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. മുമ്പേ ദൂരസ്ഥന്മാരായിരുന്ന നമ്മെ അവന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്ത ദൈവങ്ങളുടെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളിവിടെ കടന്നു വന്ന് ഒരുമിച്ചായിരിക്കുന്നത് കർത്താവിനെ ഭയപ്പെടല്ല, സ്നേഹത്തിൽ നിന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ഒരു യോഗ്യതയില്ലാതിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് നന്ദിയുള്ള ഒരു ഹൃദയമാണ്. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി കരയുന്ന ഒരു ഹൃദയമായി ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ കടന്നു വന്നതുപോലെയല്ല, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ആത്മശക്തി പ്രാപിച്ച് ദൈവസഭയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അറിയാം, പാസ്റ്റർമാർക്ക് എന്നെക്കാട്ടി എല്ലാവർക്കും ഉള്ളതാണ് ദൈവോദരം. യാക്കോബ് ലാബാനെ ഫേസ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോയപ്പോൾ ദൈവസഭയിൽ വെച്ച് ഇസ്ഹാക്ക് പറഞ്ഞ യാക്കോബ് പറഞ്ഞ
ഇടയ്ക്ക് ഞാൻ നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഇടയ്ക്ക് എനിക്ക് ഫ്ലുവൻസി പറഞ്ഞുതരാം, 1-2 വാക്കൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഞാൻ ഇപ്പൊ എനിക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബ് ലാബാനെ കാണാൻ വേണ്ടി പോയപ്പോൾ ദൈവസന്നിധിയിൽ യാക്കോബ് പറഞ്ഞത്, ദൈവത്തോട് പറഞ്ഞ എന്നാ നിങ്ങൾ ഓർമ്മയുണ്ടല്ലേ? കേവലം ഒരു വഴിയോടുകൂടിയല്ലോ ഞാൻ യോർദാൻ വിട്ടത്, ഇപ്പോഴോ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യാക്കോബ് ദൈവസന്നിധിയിൽ തന്നെ നന്ദി കരയറ്റുന്ന ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി കുറെ കൂടെ മുമ്പോട്ട് വന്നാൽ റൂത്ത് നമുക്കറിയാം അല്ലേ? 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലാതിരുന്ന മോവാബ്യ ജാതിക്കാരിയായ റൂത്ത് ബോവസിനോടൊപ്പം പന്തിയിരിക്കുന്ന ഒരു രംഗം നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കാണണം. ദൈവത്തിന് അകലെ മാറി നിൽക്കുന്ന റൂത്തിനോട് ബോവസ് പറയുകയാണ്, മകളെ ഇവിടെ കടന്നു വന്ന് കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളൂ. ഒരു 10 തലമുറയ്ക്ക് അപ്പുറത്ത് പോലും പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന റൂത്തിനോട് ബോവസ് പറയുകയാണ്, മകളെ കടന്നു വന്ന് എന്റെ വേലക്കാരോടുകൂടി എന്നോടുകൂടെ ഇരിക്കുക. റൂത്ത് പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കെ നിനക്ക് എന്നോട് കൃപ തോന്നിയല്ലോ. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായി, ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായി, ദൈവമില്ലാതിരുന്ന നമ്മെ വിശുദ്ധന്മാരുടെ അവകാശവും ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശവും തരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചതോർത്ത ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. 1-2 വ്യക്തികളോട് കാണിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വ്യക്തി മെഫിബോശെത്ത്. ദാവീദ് രാജാവ് സിയോൻ കോട്ട പിടിച്ചടക്കുന്നതിന് മുമ്പ് യെബൂസിയരെ വിളിച്ചു പറഞ്ഞു, നിന്നെ തടയുവാൻ കുരുടനും മുടന്തനും മതി. പക്ഷേ ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ദാവീദ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി ഒരു കുരുടനും ഒരു മുടന്തനും ഇതിനകത്ത് പ്രവേശിക്കരുത്. അങ്ങനെ കൽപ്പനയിട്ട ദാവീദ് രാജാവ് തന്റെ ഭൃത്യന്മാരോട് ചോദിച്ചു, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലോദേബാരിൽ നിന്ന് അഖീറിൽ നിന്ന് 2 കാലം മുടന്തനായ മെഫിബോശെത്തിന്റെ വിവരം കിട്ടി. ദൈവത്തിന് സ്തോത്രം. രാജാവ് ആളയച്ച മെഫിബോശെത്തിനെ വിളിച്ചു വരുത്തി. രാജാവിന്റെ ഭക്ഷണമേശയുടെ അടുക്കൽ മെഫിബോശെത്തിനെ ഇരുത്തി. ദൈവത്തിന് സ്തോത്രം. മെഫിബോശെത്ത് പേടിച്ചു പോയി. കാര്യം എന്താണെന്നറിയാമോ? ഇവൻ 2 കാലം മുടന്തനാ. ഒരു മുടന്തനും ഇതിന്റെ അകത്ത് പ്രവേശിക്കരുതെന്ന് ഏത് രാജാവ് കൽപ്പനയിട്ടോ അതേ രാജാവ് തന്നെ 2 കാലം മുടന്തനായ മെഫിബോശെത്തിനെ ബന്ധിച്ചിരിക്കുക. ആ വലിയ കൃപ ദൈവത്തിന് സ്തോത്രം. മെഫിബോശെത്ത് വിചാരിച്ചു അവനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. സ്തോത്രം. പക്ഷേ ദാവീദിനോട് മെഫിബോശെത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. സ്തോത്രം. ശബ്ദനായെ പോലെയുള്ള എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാനുള്ള ഒരു യോഗ്യതയുമില്ലാതിരുന്ന, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാതിരുന്ന എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ, എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. ഒരു വ്യക്തിയോട് പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാൻ മറ്റാരുമല്ല, ലാസർ മരിച്ചു, അടക്കം ചെയ്തു. 4-ാം ദിവസം കർത്താവ് വന്നു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത ദിവസം നാം വായിക്കുന്നത് ലാസർ അവനോടുകൂടെ പന്തിയിരുന്നു. അടുത്ത ദിവസം ലാസർ കർത്താവിനോടുകൂടെ പന്തിക്കിരിക്കുക. നിങ്ങളൊന്ന് വിചാരിച്ച്, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് എല്ലാ പ്രതീക്ഷകളും ആശയങ്ങളും എല്ലാം കൈവിട്ട് മനുഷ്യനെ ഉയർത്തിയ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് മേശയിലിരിക്കുന്ന ആ ലാസറിന്റെ ഹൃദയത്തിന്റെ അകത്തുകൂടെ കടന്നുപോയ വികാര വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്തോത്രം. ഞാൻ ഇന്നലെ മരിച്ചവനായിരുന്നു, എന്നാൽ യേശു എന്നെ ഉയർപ്പിച്ചു. ഇന്ന് യേശുവിനോടുകൂടെ പന്തിക്കിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിച്ചവരെ ഉയർത്തെഴുന്നേറ്റവൻ ആരാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച വിശുദ്ധന്മാരുടെ പദവിയിൽ ഇന്ന് രാത്രി കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം.
ഗ്രീക്കില് മൂലഭാഷയായ ഗ്രീക്കിൽ പറയുന്ന പേര് പ്രൊസ്ക്യൂനിയോ എന്നാണ്. പ്രൊസ്ക്യൂനിയോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുഞ്ഞ്. നമ്മൾ 2-3 ആഴ്ച വീട്ടിൽ നിന്ന് മാറി അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കൂട്ടി കിടക്കുന്ന പട്ടിക്കുഞ്ഞ് നമ്മളെ കാണുമ്പോൾ കാണിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. നമ്മൾ മടങ്ങി വരുന്ന ഉടനെ ആ പട്ടിക്കുഞ്ഞ് കൂട്ടിൽ നമ്മളെ കാണുന്ന ഉടനെ വെറുതെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ നോക്കുവാണോ, അല്ലെങ്കിൽ അത് കിടന്ന് കുരയ്ക്കുവാണോ, ചാടുകയാണോ, പിന്നെ കൂട് മുഴുവൻ തല്ലിപ്പൊളിക്കുവാണോ ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? അതിനെ കാത്തു പരിപാലിക്കുന്ന യജമാനനോടുള്ള സ്നേഹം അതിന്റെ അകത്തോട് പ്രദർശിപ്പിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന ജീവോത്സവമായി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആ നായ്ക്കുട്ടി കാണിക്കുന്ന അനുഭവമെങ്കിലും നമ്മൾ കാണിക്കുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. ഒരു നന്ദിയുള്ള ഹൃദയം ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയം ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി, 9 പേരും വന്ന പോലെ തിരിച്ചുപോയി, ഒരുത്തൻ മടങ്ങി വന്നില്ലേ? അവർ നന്ദി ഉണ്ടായിരുന്നു. കർത്താവ് അവനെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച്, ശാന്തമായി ഒന്ന് ചിന്തിച്ച്, ഇന്ന് എവിടെ ആയിരിക്കുന്നെന്നും ഇതുവരെ നടത്തിയ വിഷയങ്ങൾ എന്താണെന്നും ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചതിന് ശേഷം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തോത്രം. എന്റെ യോഗ്യതയല്ല, എന്റെ പഠിപ്പല്ല, എന്റെ കഴിവല്ല, എന്റെ വെടിക്കല്ല. നിന്റെ കൃപ, 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 നിന്റെ കൃപ. ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് മറക്കാൻ ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഞാനൊരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉടനാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് വളരെ വചന പരിജ്ഞാനമുള്ള നിങ്ങളോട് വെളിപ്പാട് പുസ്തകത്തിന്റെ ആമുഖം എന്ന് പറഞ്ഞ് സമയങ്ങളെന്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോക്കാലിപ്സ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വെളിപ്പാടുള്ള പദമുണ്ടായത്. മറനിക്ക്, അതുവരെ മറച്ചിട്ടിരുന്ന കാര്യങ്ങളെ, കത്തം കിട്ട മറച്ചിരുന്ന കാര്യങ്ങളെ യോഹന്നാൻ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് അപ്പോക്കാലിപ്സ് അല്ലെങ്കിൽ വെളിപ്പാട് എന്നുള്ളത്. ഞാൻ ആ ഭാഗത്തൊന്നും കൂടുതൽ നിൽക്കുന്നില്ല. കാരണം ഈ ഭാഗങ്ങളൊക്കെ പാഷന്മാരെയൊന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ പിന്നെ അവരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യ കഥയില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ചിന്തയിൽ കടന്നുപോയ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒത്തിരി മാർമിക കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് യോഹന്നാൻ മാത്രം ദൈവം വെളിപ്പാട് നൽകിയത്? എന്റെ ചിന്താ മണ്ഡലത്തിൽ വന്നൊരു കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇറ്റേണിറ്റി പാസ്റ്റ്. ആദിയിൽ തുടങ്ങി. ആദിയിൽ തുടങ്ങിയവരെ കൊണ്ട് അന്തവും കാണിക്കാൻ തമ്പുരാൻ മനസ്സിലായി. ദൈവം
മത്തായി സുവിശേഷം ആരംഭിക്കുന്നതും മാർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നതും ഒക്കെ മത്തായി പറയുന്നത് അബ്രഹാമിന്റെ ചരിത്രമാണ്. മാർക്കോസ് പറയുന്നത് യേശുവിന്റെ സ്നാനത്തെക്കുറിച്ചുള്ള ചരിത്രമാണ്. ലൂക്കോസ് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തമാണ്. അവർ മൂന്നുപേരും അക്കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആദിയിൽ വചനത്തെ കണ്ടവനെ അതിന്റെ അവസാനത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് യോഹന്നാനെ ദൈവം ഇക്കാര്യം വെളിപ്പെടുത്തി? യോഹന്നാൻ പറയുന്നു, യേശുവിന്റെ രാജ്യത്തിലും കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കഷ്ടതയിൽ അവൻ കൂട്ടാളിയായതുകൊണ്ട് യേശുവിന്റെ മഹത്വത്തിൽ അവനെ പങ്കാളിയാക്കാൻ തമ്പുരാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അതിന്റെ മധ്യത്തിൽ നിന്നൊരു ദൂത് പറയാം. അവന്റെ കഷ്ടതയിൽ നിങ്ങൾ പങ്കാളിയാണെങ്കിൽ അവന്റെ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരും. അവന്റെ കഷ്ടതയിൽ പങ്കാളിയാണെങ്കിൽ അവന്റെ തേജസ്സിൽ നമ്മൾ പങ്കാളികളായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒത്തിരി ഈ ആധുനിക ചിന്താഗതികളൊക്കെ ഉണ്ട്. എന്താ പ്രോസ്പെരിറ്റി, കഷ്ടതയില്ല, വിഷമമില്ല, വേദനയില്ല, കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്താഗതി നമ്മുടെ ഇടയിൽ പലർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കുന്ന ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ലോകത്തിൽ കഷ്ടതകൾ നമ്മുടെ വരമാണ്. നാം കഷ്ടതയില്ലാതെ പാപം ചെയ്യാത്ത ഒരു പുത്രൻ ദൈവത്തിനുണ്ട്, പക്ഷെ കഷ്ടം സഹിക്കാത്ത ഒരു മക്കളും ദൈവത്തിനില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടത നമുക്കുള്ളതാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാന് ഒരു ഭാവനയുണ്ട്. ഇങ്ങനെയാണ് ആ ഭാവന. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് കർത്താവിനോട് കൂടി ഇങ്ങനെ അവൻ ഭാവനയിൽ ഒരു ബീച്ചിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. കർത്താവ് അവനുമായിട്ട് ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൻ ആ ബീച്ചിൽ ചില കാൽപ്പാടുകൾ കാണുകയാണ്. അപ്പം രണ്ടുപേരും ഒന്നിച്ചു നടന്നു പോകുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ്, ഈ കാൽപ്പാടുകൾ നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ചാണല്ലോ എന്റെ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോയത്. പക്ഷെങ്കിൽ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ചില സ്ഥലങ്ങളിൽ 2 കാൽപ്പാട് മാത്രമേ അവൻ കണ്ടുള്ളൂ. അതുവരെ 4 കാൽപ്പാട് കണ്ടവൻ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ 2 കാൽപ്പാട് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അവൻ കർത്താവിനോട് പരാതി പറഞ്ഞു, കർത്താവ്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ക്ലേശകരമായ സന്ദർഭങ്ങളിൽ, വേദന നിറഞ്ഞ സന്ദർഭങ്ങളിൽ, ഉറങ്ങാത്ത രാത്രികളിൽ നീ എന്നെ തനിയാക്കി ഇട്ടിട്ട് പോയല്ലോ എന്ന് കർത്താവിനോട് പറഞ്ഞു. കാരണം 2 കാൽപ്പാടേ ഉള്ളൂ. എന്നാൽ കർത്താവ് അവനോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ, ആ കാണുന്ന 2 കാൽപ്പാടുകൾ നിന്റെ കാൽപ്പാടുകളല്ല, അത് എന്റെ കാൽപ്പാടുകളാണ്. നീ കഷ്ടതയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ, ഏകാന്തതയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്നെ എന്റെ ഭുജങ്ങളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ കഷ്ടതകളിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന നല്ല സഖി, നിന്നെ പരിപാലിക്കുന്ന നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ മധ്യത്തിൽ ആശ്വാസവും വിടുതലും നിറഞ്ഞൊരു ദൈവത്തെ രുചിച്ചറിയുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഷ്ടത നമ്മുടെ സഹോദരിമാർക്ക് അറിയാം, ചില സഹോദരന്മാർക്ക് അറിയാം. ഈ കിച്ചണിൽ ആഹാരം പാകം ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ കിച്ചണിൽ ഒത്തിരി പാത്രങ്ങളുണ്ട്. ചിലത് സ്റ്റീൽ പാത്രമാണ്, ചിലത് പ്ലാസ്റ്റിക് പാത്രമാണ്, ചിലത് മൺപാത്രമാണ്. ഓരോ പാത്രത്തിന്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ചില പാത്രം എപ്പോഴും അടുപ്പത്ത് വെച്ചേക്കാനാണ്, ചില പാത്രം എപ്പോഴും ഷോക്കേസ് ഇരിക്കുന്നത്, ആര് വന്നാലും ആ ഷോക്കേസിൽ അവിടെ തന്നെ ഇരിക്കും, അത് ഉപയോഗിക്കരുത്. അതിങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കുക, ഒരു ഷോയ്ക്ക് വേണ്ടി. അപ്പം ഒരു ദിവസം വീട്ടമ്മയോട് ഈ അടുപ്പത്തിരിക്കുന്ന ഈ കലം ഒരു പരാതി പറഞ്ഞു.
ഇതെന്താ ഏർപ്പാട്? ആ ഷോക്കേസിൽ ഇരിക്കുന്ന പാത്രം, അതിന് വേദനയില്ല, ബുദ്ധിമുട്ടില്ല, ഭാരമില്ല. എല്ലാരും അതിനെ നോക്കി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കെന്നും വേദനയാണ്, എനിക്കെന്നും പുകയടിച്ചിരിക്കലാണ് ജോലി, എനിക്ക് വേദന സഹിച്ചിട്ട് നീ എന്നെ കുറിച്ച് കരുതുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വിട്ട ഉടയ സഹോദരി ആ വ്യക്തിയോട് പറഞ്ഞു, അല്ലെ കറിച്ചട്ടിയോട് പറഞ്ഞു, കറിച്ചട്ടി നീ എത്ര കാലമായി ഈ അടുപ്പയിൽ ഇരിക്കുന്നു, നീ ഇതുവരെ വെന്തുപോയില്ല. എന്നാ ആ ഷോക്കേസിൽ ഇരിക്കുന്ന ആ പാത്രം എടുത്ത് ഈ അടുപ്പത്ത് വെച്ചാൽ നിമിഷം കൊണ്ട് അത് വെന്തുപോകും, കത്തിപ്പോകും. സ്തോത്രം. എത്ര നാളായി ഈ കറിച്ചട്ടി നീ അടുപ്പത്തിരിക്കുന്നു, പുകയടിച്ച് വേദന സഹിച്ച്, ഇതുവരെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്, നമ്മുടെ ടെമ്പററി ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹിക്കുവാൻ കഴിയുന്നതിലും മീതെ ഒരു പരീക്ഷയും തരാതെ വണ്ണം നമ്മുടെ ടെമ്പററി ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്റെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവച്ചാൽ അവൻ അവിടെ വെച്ച് ജീവിതം അവസാനിപ്പിക്കും. വേദനകളിൽ, ഭാരങ്ങളിൽ, വിഷമങ്ങളിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ ഇതുവരെ കത്തിപ്പോയിട്ടില്ലല്ലോ. നിന്റെ ടെമ്പർ അറിയാവുന്ന ഒരു ദൈവം. അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ നീ വെന്തു പോകത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിന്നെ ഇതിൽ കൂടെ കടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? എന്റെ ദൈവത്തിന് എന്റെ ടെമ്പർ അറിയാം. അപ്പം തന്റെ കഷ്ടതയിൽ പങ്കാളിയായവനെ അവന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ശിഷ്യന്മാർക്കില്ലാതിരുന്ന മൂന്നാമത്തെ പ്രത്യേകത, യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരിയിരുന്നു. യേശുവിന്റെ മാർവോട് ചാരിയിരുന്നു. ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. നിയമം എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ സീക്രട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ രഹസ്യം അറിയിക്കുന്നു. അപ്പൊ യഹോവയുടെ മാർവോട്, ദൈവത്തിന്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാനോട് ദൈവം തന്റെ രഹസ്യം പറയാൻ തുടങ്ങി. സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ അവിടെ നിങ്ങളോട് പറയാം. കർത്താവിനോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ, എത്രത്തോളം ചേർന്നിരിക്കുന്നുവോ, മറ്റാർക്കും വെളിപ്പെടാത്ത ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അവൻ നമ്മോട് വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ ചെയ്യാനിരിക്കുന്നത് മറച്ചു വെക്കുമോ? അവന്റെ സഖിത്വം നമുക്കുണ്ടോ? അവന്റെ സ്നേഹിതനാണോ? കർത്താവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി നമ്മെ അറിയിക്കുന്ന വലിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൊങ്ങച്ചമാണെന്ന് നിങ്ങൾ ചിന്തിക്കില്ല. എന്റെ വ്യക്തിജീവിതത്തിൽ ഒരനുഭവം ഞാൻ പറയാം. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ നാട്ടിൽ വന്നു. ഞാൻ തന്നെ വന്നോളൂ, എന്റെ വൈഫും ജോലിയായിട്ട് വന്നില്ല. അപ്പൊ ഒരു ദിവസം രാത്രി ഞാൻ കിടന്ന ഒരു 2 മണിയായപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാഴ്ച കണ്ടു. എന്റെ വൈഫിനെ ഒരു വെള്ളവസ്ത്രമൊക്കെ ഇടിയിപ്പിച്ച് ഒരിടത്ത് കിടത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി. രാത്രി സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയില്ലേ. ഞാൻ എഴുന്നേറ്റു, ഉടനെ വിളിച്ചു, എന്തോ സംഭവം, ഇങ്ങനൊരു കാഴ്ച കണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇന്ന് എന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സ്തോത്രം. ഇവിടെ ഞാൻ കണ്ടത് ദൈവം എന്നെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സംഭവം വരാൻ പോകുന്നുണ്ടോ, നീ പ്രിപ്പയർ ആയിരുന്നോണം. കർത്താവിദാസൻ അറിയാം, ഡോക്ടർമാർ പറഞ്ഞ കാലാവധിയും കഴിഞ്ഞു, അതിന്റെ അപ്പുറത്തേം കഴിഞ്ഞു, അതിന്റെ അപ്പുറത്തേം കഴിഞ്ഞു. ഇപ്പോഴും ദൈവകൃപയിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സർജറി കഴിഞ്ഞ ഉടനെ സർജറിക്ക് മുമ്പ് ഡോക്ടർ എന്നോട് എന്ന് പറഞ്ഞു, മാക്സിമം 5 വർഷം, ഏറ്റവും കൂടി 5 വർഷം. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാനൊരു പാസ്റ്ററാണ്, ഞങ്ങളുടെ ആയുസ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഡോക്ടർ
ചെയ്യാനുള്ള അങ്ങ് ചെയ്തു. പിന്നെ ആയുസിന്റെ കാര്യം ഞങ്ങൾ തിരുവനന്തപുരത്തോളാണ്. ദൈവം ഇന്ന് വരെ കർത്താവ് നടത്തി. ഡോക്ടർമാരുടെ കാലക്കണക്കെല്ലാം കഴിഞ്ഞ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന് വളരെ വ്യക്തകാരിയായ ഇപ്രാവശ്യം വന്നപ്പം ഭാര്യ ഭർത്താവിടെ അവിടെ വന്ന് കണ്ട് പോയതാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം മേൽപ്പെടുത്തി. ഞാൻ പറയാൻ വന്നത്, നമ്മൾ എത്രമാത്രം കർത്താവിനോട് ചേർന്നിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനർത്ഥങ്ങൾ. എന്റെ ഈ അനുഭവങ്ങളുടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ പറയാനുണ്ടായിരിക്കും. ദൈവം നേരത്തെ വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അവൻ തന്റെ രഹസ്യം അവരെ അറിയിക്കുന്നു. ഈ ലോകത്ത് ഇതുവഴി നടക്കുന്നവർക്ക് അറിയാത്ത രഹസ്യങ്ങൾ എന്റെ ദൈവം എന്നോട് പറയും, നിങ്ങളോട് പറയും. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ വരാൻ പോകുന്ന അനർത്ഥങ്ങളിൽ ദൈവം തന്നെ വിടിവിക്കുന്ന ദൈവവചനം പറയുന്നു. ആകയാൽ സംഭവിപ്പാറുടെ എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യരുടെ മുമ്പിൽ നിൽപ്പാനും കഴിയേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പേ. ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുന്ന പല കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഇട്ടു. തിളച്ച് കഴിഞ്ഞിട്ട് മീനിനെ പൊരിച്ചെടുക്കുന്ന പോലെ യോഹന്നാനെ പൊരിച്ചെടുക്കാമെന്ന് ചക്രവർത്തി വിചാരിച്ചു. പക്ഷേ യോഹന്നാന്റെ ഒരു രോമത്തിലും കേടുവന്നില്ല. ദൈവം അവനെ സൂക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നമ്മുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, ഏത് വലിയ ആൾ വന്നാലും നമ്മളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. തമ്പുരാൻ ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷ തികയ്ക്കാതെ ഇവിടുന്ന് പോകില്ല. ഏത് പ്രതികൂലം വന്നാലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി തീരുന്നതോടെ ശത്രുവിന്റെ അടുക്കൽ വരികയില്ല. തിളച്ചെണ്ണയിലിട്ട് ഒന്നും പറ്റുന്നില്ല. കണ്ടപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിലുള്ള പത്മോസ് എന്ന വിജന ദ്വീപിലേക്ക് നാടുകടത്തി. ചിങ്കണ്ണികളാലും വിഷപ്പാമ്പുകളാലും നിറഞ്ഞ ആ പ്രദേശത്ത് കൈത്തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഏകാന്ത വാസം ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് യോഹന്നാനെ ആക്കി. ദൈവത്തിന് സ്തോത്രം. നാടുകടത്തി ചക്രവർത്തി പറഞ്ഞു, കണ്ടോ. അപ്പൊ അതിനു മുമ്പ് ചക്രവർത്തി ഓർമ്മിട്ടു എല്ലാവരും ആരെ ആരാധിക്കണം. അന്ന് ചക്രവർത്തി ആരാധന നിലനിൽക്കുന്ന സമയമാണ്. ചക്രവർത്തിയെ ദൈവങ്ങളായി ആരാധിക്കണം. അവരുടെ പ്രതിമയുടെ മുമ്പിൽ കൊണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കണം, തിരി കത്തിക്കണം, പിന്നെ കൈ ഉയർത്തി സീസർ ഈസ് ലോർഡ്, കൈസർ രാജാവാണെന്ന് വിളിച്ചു പറയണം. എന്നാൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ പറഞ്ഞു, സീസർ ഈസ് നോട്ട് അവർ ലോർഡ് ബട്ട് ജീസസ് ഈസ് അവർ ലോർഡ്. ഞങ്ങളുടെ ദൈവം സീസർ അല്ല, യേശുവാണ് ഞങ്ങളുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ചക്രവർത്തിമാർ കടോര പീഡ അഴിച്ചുവിട്ടു ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്. സ്തോത്രം. വലിയ പീഡയിൽ കൂടെ ദൈവസഭ കടന്നുപോയി. ദൈവസഭയ്ക്ക് പീഡ ഒരു പുത്തരി എന്ന് പറയുന്നത് ഇത് തുടങ്ങിയതേ പീഡയ്ക്കകത്താ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തസാക്ഷികളുടെ രക്തം ദൈവസഭയുടെ വിത്ത. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും കണ്ട് ദൈവസഭ പുറകോട്ടൊന്നും പോകത്തില്ല. ഏത് പ്രതികൂലത്തിലും സഭ വളർന്നിട്ടുള്ള പ്രതികൂലത്തിലാണ്. സ്തോത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വളർച്ച കുറവുണ്ടെങ്കിൽ ഓർത്തോളം നമുക്ക് പ്രതികൂലം കുറവാണ്. പ്രതികൂലമുണ്ടോ അവിടെ എല്ലാം ശക്തമായിട്ട് ദൈവസഭ വളർന്നുണ്ട്. കാന്തമാൽ, ഒറീസ കാന്തമാൽ, ഞങ്ങളുടെ പിള്ളേരുടെ ഉണ്ട്. ഒറീസയിലെ കാന്തമാലിൽ ശരിക്കും അടികൊണ്ട പിള്ളേർ നമ്മുടെ ബൈബിൾ കോളേജിൽ വന്നിട്ടുണ്ട്. അടിച്ചവരും വന്നു, അടികൊണ്ടവരും വന്നു. അതാ എൻ്റെ വ്യത്യാസം. സ്തോത്രം. അടിച്ചവരും വന്ന് പഠിക്കാൻ വന്നു, അടികൊണ്ടവരും പഠിക്കാൻ വന്നു. കാരണം ഈ മാർഗം ജയത്തിന്റെ മാർഗമാണ്. ഒരു ശക്തിക്കും എന്നെ തച്ചുടയ്ക്കുവാൻ കഴിയത്തില്ല. ലോക രാജാക്കന്മാർക്ക് ഇതിനെ ഒതുക്കുവാൻ കഴിയില്ല. ചക്രവർത്തിമാർക്ക് ഇതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. പൈശാചിക ശക്തികൾക്ക് ഒതുക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെ വലിയ പീഡയിൽ കൂടെ ദൈവജനം കടന്നുപോയി എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അപ്പം യോഹന്നാനെ അവിടെ വളരെ കഠിനമേറിയ പ്രതിസന്ധി ഘട്ടത്തിൽ യോഹന്നാൻ നിൽക്കുകയാണ്. ചക്രവർത്തിയോട് ചോദിച്ച ചക്രവർത്തി പറയും, എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിനക്കൊക്കെ വരുന്ന ശിക്ഷ ഇതാന്ന് പറയും. എന്നാൽ നിങ്ങൾ യോഹന്നാനോട് ചോദിച്ച യോഹന്നാൻ പറയും, ഇതെന്റെ ശിക്ഷയല്ല, ഇതെന്റെ പ്രൊമോഷനാണ്.
ദൈവ ദർശനങ്ങളെ കാണാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. ദൈവം എനിക്ക് തന്ന ഏകാന്തതയാണിത്. ഇതെന്റെ പ്രമോഷനാ. ദൈവത്തിന് സ്തോത്രം. വല്ലപ്പോഴുമൊക്കെ ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തകർക്കാനല്ല, ദൈവത്തിന് സ്തോത്രം, അത് നിങ്ങളുടെ പ്രമോഷനാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കർത്താവിനെ അടുത്തറിയുവാൻ, ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചറിയുവാൻ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ പറഞ്ഞതിനെ തകർക്കാനല്ല, എനിക്ക് ദിവ്യ ദർശനങ്ങളെ കാണുവാൻ ദൈവം തന്ന പദ്ധതിയാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ലോകം മുഴുവൻ യോഹന്നാനെതിരെ വാതിലുകൾ വലിച്ചടച്ച്, സകല വാതിലും വലിച്ചടച്ചു. നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും എതിരായി, നമ്മുടെ കുടുംബത്തിനെതിരായി, കുഞ്ഞുങ്ങൾക്കെതിരായി, സഭയ്ക്കെതിരായി, ശുശ്രൂഷയ്ക്കെതിരായി എല്ലാ വാതിലുകളും വലിച്ചടച്ചാലും ഭാരപ്പെടരുത്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു വാതിൽ സ്വർഗത്തിൽ തുറക്കും. ചക്രവർത്തി എല്ലാ വാതിലും വലിച്ചടച്ചു, പക്ഷെ ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദാവീദിന്റെ താക്കോലുള്ളവൻ യോഹന്നാന് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നു. യോഹന്നാൻ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവേശനായി. ദൈവദാസന്മാരോട് എനിക്ക് ബഹുമാനമുണ്ട്. അതിനകത്ത് വേറൊരു ചിന്താഗതി നമ്മൾ ധരിച്ചിട്ടില്ലാത്ത മറ്റൊരു ചിന്താഗതിയും കൂടെ എൻ്റെ അകത്തുണ്ട്. കർത്തൃ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണെന്നൊരു പൊതുധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറില്ല, എൻ്റെ ചെറിയ അറിവ് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട സ്വീകരിക്കേണ്ട. കർത്തൃ ദിവസം അത് ഞായറാഴ്ചയാണെന്ന് വേദപുസ്തകത്തിൽ തെളിവില്ല. ഞായറാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കർത്തൃ ദിവസം എന്ന് എഴുതിയിട്ടില്ല. എന്നാൽ റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് വർഷത്തിൽ ഒരു ദിവസം ലോർഡ്സ് ഡേ ചക്രവർത്തിയുടെ ദിനമായിട്ട് ആഘോഷിക്കും. അന്ന് ചക്രവർത്തിയുടെ പ്രതിമ പൂജിക്കുകയും ചക്രവർത്തിയെ വന്ദിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എതിരുമില്ല. ഞാൻ പറയുന്ന ദുരുദ്ദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഇങ്ങനെ ഒരു ആശയം എൻ്റെ അകത്തുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ ദിവസത്തിൽ എല്ലാവരും ഒന്നിച്ച് ചക്രവർത്തി ആരാധന നടത്തുന്ന ദിവസമാണ്. ആ ദിവസം വന്നപ്പോ ഇവിടെ ഒരുത്തൻ ഇരിക്കുക, ചക്രവർത്തിയെ ആരാധിക്കാതെ. അപ്പൊ സ്വർഗം തീരുമാനിച്ചു, ഇന്നത്തെ ആരാധനയ്ക്ക് ആരുടെ കൂടെ പോകണമെന്ന് ചിന്തിച്ചപ്പോൾ തനിച്ചിരിക്കുന്ന എന്റെ പൈതലിന്റെ അടുക്ക പോകാമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷ്യം നിമിത്തം, സുവിശേഷ നിമിത്തം നിങ്ങൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ തിരിഞ്ഞു നോക്കൂ, ദൈവപുത്രൻ നിങ്ങളുടെ അടുക്കൽ. ദൈവത്തിന് സ്തോത്രം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളൂട്ടിൽ സദൃശമായി, കാലുള്ളവനായി, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നവനായി, തേജസ്സമ്പൂർണനായി ദൈവപുത്രന്റെ കാഴ്ച യോഹന്നാൻ കാണുകയാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനെ കണ്ടവർ മരിച്ചവനെ പോലെ നിലത്ത് വീണു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാനെ ശക്തീകരിച്ചു, യോഹന്നാൻ ശക്തിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആദ്യത്തെ ഭാഗത്ത് നാം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, 7 ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ അരുളി ചെയ്യുന്നത്. പാസ്റ്റർമാർക്കെല്ലാം അറിയാം, വിശ്വാസത്തോട് ഞാൻ പറയാം, 7 ആത്മാവെന്ന് പറയുന്നത് 7 ആത്മാവല്ല, ഒരാത്മാവിന്റെ 7 സ്വഭാവങ്ങളാണ്. എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ മതി. ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനത്തിന്റെ ആത്മാവാസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവഭക്തിയിലായി. 7 ആത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവഭക്തിയുടെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്. ഇതിനെ 7 ആത്മാവ് എന്ന് പറയുന്നത്. എന്നിട്ട് ആദ്യ ഭാഗത്ത് പറയുന്ന, ഞാൻ സംസാരിച്ചു ആ ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഈ അവന് പ്രത്യക്ഷനായ കർത്താവിന്റെ ലക്ഷണം പറയുന്നുണ്ട്. എന്തോ പറയുന്നതെന്ന് അറിയാമോ? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. 7 നക്ഷത്രം ദൈവത്തിന്റെ ദാസന്മാരാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ, നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരല്ലേ? നമ്മളെല്ലാവരും കർത്താവിന്റെ
കൈകളിലായിരിക്കുന്നത്. ഇവരത് വിശ്വസിക്കാനൊക്കെ അവനെന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തെ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തോളൂ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് എന്റെ കരത്തെ പിടിച്ചത് ബോധ്യമുള്ള ഒരു സ്തോത്രമാണ്. അപ്പം ആ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വസ്തു നമ്മുടെ കർത്താവിന്റെ കരത്തിലാണ്. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് ആ വസ്തുവിന് വില വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് എന്റെ കയ്യിൽ ഇരുന്നാൽ അതിന് കൂടിയ $100 രൂപയായിരിക്കും. എന്നാൽ സച്ചിൻ തെണ്ടുൽക്കറിന്റെ കയ്യിൽ ആ ക്രിക്കറ്റ് ബാറ്റ് കിട്ടിയാൽ അതിന്റെ വില കോടികളാണ്. സച്ചിൻ തെണ്ടുൽക്കറിന്റെ കയ്യിലായിരിക്കുന്നെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാസ്കറ്റ്ബോൾ കളിക്കാരനാണ് മൈക്കൽ ജോർഡൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ബാസ്കറ്റ്ബോൾ കിട്ടിയാൽ കൂടിയാൽ അതിന് $60 ആയിരിക്കും. എന്നാൽ മൈക്കൽ ജോർഡന്റെ കയ്യിൽ അത് കിട്ടിയാൽ അത് മില്യൺസ് ആവേല. ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് വില വ്യത്യാസമുണ്ട്. സ്തോത്രം. എന്റെ കയ്യിൽ ഒരു വടി ഇരുന്നാൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ പട്ടിയെ അടിക്കാൻ അത്യാവശ്യത്തിന് വെള്ളം. എന്നാൽ ആ വടി മോശയുടെ കയ്യിലാണെങ്കിൽ ചെങ്കടൽ വിഭജിക്കാൻ അത് മതി. ഒരു വസ്തു ആരുടെ കയ്യിലിരിക്കുന്നോ അതനുസരിച്ച് അതിന് വില വ്യത്യാസമുണ്ട്. ഒരു ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനത്തിന്റെ പേരെന്താ? കവണയും കല്ലും. സോറി, ഒരു കവണയും കല്ല് എന്റെ ഇരുന്നാൽ ഒരു പക്ഷിയെ ഇറങ്ങി വീഴിക്കാൻ കൊല്ലും. പക്ഷെ അത് ദാവീദിന്റെ കയ്യിലാണെങ്കിൽ ഗോലിയാത്തിന്റെ തല തകർക്കാൻ അത് മതി. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നോ അതനുസരിച്ച് അതിന് വില വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 5 അപ്പവും 2 മീനും എന്റെ കയ്യിലാണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന ഉടനെ പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കൊള്ളാം. പക്ഷെ 5 അപ്പവും 2 മീനും യേശുവിന്റെ കൈകളിലാണെങ്കിൽ 10,000 അത് ധാരാളമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് അതിന് വില വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരുടെ കയ്യിലിരിക്കുന്നേ? നമ്മൾ സാധാരണക്കാരല്ല. 3 നാണി എന്റെ കയ്യിൽ ഇരുന്നാൽ 3 ഫോട്ടോ നിറച്ചു വെക്കാൻ കൊള്ളാം. പക്ഷെ 3 നാണി യേശുവിന്റെ കൈകളിലാണെങ്കിൽ മാനവജാതിയുടെ വീണ്ടെടുപ്പ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വസ്തു ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതനുസരിച്ച് അതിന് വിലയുണ്ട്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും തമ്പുരാന്റെ കരങ്ങളിലായിരിക്കുന്നത്. നമ്മെ വിലയേറിയവരായി അവരെണ്ണയിരിക്കുകയാണ്. നമ്മെ വിലയേറിയവരും മാന്യരുമായി അവരെണ്ണിയിരിക്കുന്ന നമ്മളൊക്കെ വിലയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ നോക്കാൻ നമുക്കൊരു വിലയില്ല. അമ്പരാൻ നോക്കുമ്പോൾ നമ്മൾ വില ഉള്ളവരാ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന എന്തുകൊണ്ടാ? വലിയ രക്തം കൊണ്ടാ. നമ്മൾ സാധാരണക്കാരാണോ? ആണോ? അങ്ങനെ ചിന്തിക്കല്ല. കാര്യം വീണ്ടെടുപ്പ് തന്നെ വലിയ രക്തം കൊണ്ടാ വീണ്ടെടുക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ല കേട്ടോ. നമ്മൾ വലിയ മാന്യന്മാരായ ആളുകളാണ്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ആരുടെ കയ്യിലിരിക്കുന്നു അതനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും കർത്താവിന്റെ കരങ്ങളിലാണ്. അവന്റെ കരത്തിൽ നമ്മെ പിടിച്ചു പറിക്കാൻ ലോകത്തിലൊരു ശക്തിയെ സാധ്യത. നമ്മൾ പാടാറുണ്ട്, കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കാൻ വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം, യേശുനാഥനോട് ചേർന്ന് ഞാനിത് അനാഥനല്ല, ഞാനിനി അനുഗ്രഹാവകാശിയായി അനാദി നിർണയപ്രകാരം എന്നെയും വിളിക്കുക. സ്തോത്രം. ഞാനിനി അനാഥനല്ല. സ്തോത്രം. അനാദി നിർണയപ്രകാരം എന്നെ വിളിച്ചു. യുഗങ്ങൾക്ക് മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ്, സ്തോത്രം, അവൻ നമ്മെ കണ്ടു. നമ്മെ ആദ്യം കണ്ടത് നമ്മുടെ അമ്മയല്ല, നമ്മെ ആദ്യം കണ്ടത് ഡോക്ടറല്ല, നേഴ്സുമല്ല. അവരൊക്കെ കാണുന്നതിന് മുമ്പേ അനാദികാല നിത്യതയിൽ തമ്പുരാൻ നമ്മെ കണ്ടു. സ്തോത്രം. സ്തോത്രം. ഇവരെല്ലാം ഇവിടെ വന്ന ശേഷമാണ് നമ്മെ കണ്ടത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കപ്പെടും, രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മറഞ്ഞിരിക്കുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. നീ അയക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു.
സഭയുടെ ദൂരം എഴുതുക. 7 നക്ഷത്ര ഫലങ്ങളിൽ പിടിച്ച് 7 ആത്മാക്കളുള്ളവരാണ് അളി ചെയ്യുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇവിടെ വരുമ്പോൾ ഇച്ചിരി സീരിയസ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയുന്നു? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പെന്തക്കോസ്ത് വളർത്തിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. പദവി അനുസരിച്ച് തമ്പുരാൻ പ്രതിഫലം തരുകയാണ്. പദവിക്കല്ല പ്രതിഫലം, പ്രവർത്തിക്കാൻ. അതുകൊണ്ട് കസേരയ്ക്ക് കടി കൂടേണ്ട ഒരാവശ്യമില്ല. ഈ കസേരയല്ല ഇവിടെ കൊണ്ട് തീരത്തേ ഉള്ളൂ. ദൈവസന്നിധിയുടെ പ്രവൃത്തി നന്നായാൽ വചനം പറയുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇവിടെ ഉണ്ടാക്കുന്നതെല്ലാം ഇട്ടേച്ച് പോവും. ഒരു കാര്യം മാത്രമേ പുറകെ വരത്തുള്ളൂ, നമ്മുടെ പ്രവൃത്തി. ലേഖനകാരൻ പറയുന്നു വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും എന്ന് പറഞ്ഞ് ദൈവം നിങ്ങളുടെ പ്രവൃത്തി വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവം എന്റെ പ്രവൃത്തി അറിയുന്നുണ്ട്. സ്തോത്രം. വേറെ ആരും അറിഞ്ഞില്ലേലും ദൈവം നിങ്ങളുടെ പ്രവർത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചാൽ തമ്പുരാൻ എഴുതി വെക്കും. അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ എഴുതി വെച്ച പോലെ തലമുറ വന്നപ്പോൾ മരുഭൂമിയിൽ പറഞ്ഞ് കൊടുത്ത് അതിന്റെ അതുപോലെ കൊടുത്തേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുതി വെച്ചു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്ത്? ഞാനൊരു പാസ്റ്ററാണ്, എനിക്കറിയാം ചർച്ചയിൽ ഇച്ചിരൊക്കെ കാര്യങ്ങൾ. ഒരു പാസ്റ്ററോട് ആർക്കെങ്കിലും സഹോദരന്മാർക്ക് പ്രയാസമുണ്ട്, ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം ദൈത്യമാണ്. ദശാംശത്തെ ഒരു പിടിക്കണം. എനിക്ക് അവിടെ വേലയുണ്ട്, ഇവിടെ വേലയുണ്ട്, പഴയ പോലെ കാശ് തരാൻ ഇപ്പൊ ഇല്ല. 100 തരുന്ന പാർട്ടി 25 ഒതുക്കും. സ്തോത്രം. കാശ് കൊടുക്കുന്ന പാർഷക്കല്ല, ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം. നമ്മൾ ഈ ചെയ്യുന്നത് പാർഷന്മാർക്കാണോ? അല്ല, തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം. ദൈവത്തിന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയാതെ അമർത്തി കുരയ്ക്ക് കവിയുന്ന പ്രതിഫലം തരുവാൻ ദൈവം സത്യനാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ കൊടുത്താലും മുടിഞ്ഞു പോയിട്ടില്ല. ഇന്ന് വരെ കൊടുത്താലും മുടിഞ്ഞു പോയിട്ടില്ല. ഞാൻ വലിയ കൊടുക്കക്കാരനൊന്നുമല്ല. പക്ഷെ 21ാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിൽ പോയതാണ്. 40 വർഷമായി ഇന്ത്യ വീട്ടിൽ ജീവിക്കുക. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ ബൈബിൾ കോളേജിലൊക്കെ ഇത്രയും വർഷമൊക്കെ പിള്ളേരെ ഒരു പൈസ പോലും മേടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ഒരു മാസം എത്ര രൂപ ചെലവാക്കുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. കാര്യം നിങ്ങൾ വിചാരിക്കും അമേരിക്കയിൽ നിന്നൊരു പാർട്ടി വന്നു പുള്ളി വന്ന് തോമച്ചുവാരെന്ന് പറയും. ഞാൻ പറയുന്നില്ല. ദൈവം നിങ്ങളുടെ പ്രവർത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം. ദൈവമക്കളെ, നമ്മൾ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് കർത്താവിന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹമാണ്. ദൈവം അത് കണക്കിടും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളുടെ പ്രവൃത്തി. അപ്പൊ ദൈവം എന്തറിയുന്നു? നമ്മുടെ പദവി അറിയുന്നു അല്ലേ? നമ്മുടെ കസേര അറിയുന്നു അല്ലേ? അല്ല, നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിങ്ങളുടെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മളെ വാക്യം ഒന്നുകൂടെ വായിച്ച്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. അവിടെ നമ്മളൊന്നും നിൽക്കണം. പേരെന്തുവാ? ജീവനുള്ളത്. പക്ഷേ ആള് ചത്തിരിക്കും. ഞാൻ ഉദാഹരണം പറയാം. ആത്മീക ജീവൻ, ശാരീരിക ജീവൻ, മാനസിക ജീവൻ, ഇങ്ങനെ പല ജീവനുണ്ട്. ഇവിടെ പറയുന്ന ആത്മീക ജീവനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷെ ആത്മാവിൽ ചത്തിരിക്കുക. 2-3 ഉദാഹരണം ഞാൻ പറയുന്നേക്ക് മനസ്സിലായ. വർഷങ്ങൾക്ക് മുമ്പ് നിരീശ്വരവാദിയായിരുന്ന ഇടമാണിത് ഒരു വലിയ ലേഖനം എഴുതി. ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: യഹോവ നുണ പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. യഹോവ നുണ പറഞ്ഞു, സാത്താൻ സത്യം പറഞ്ഞു. എന്തുമാണ് യഹോവ പറഞ്ഞ നുണ?
വൃക്ഷഫലം തിന്നുന്ന മാത്രയിൽ നീ മരിക്കും. വൃക്ഷഫലം തിന്നു, ആദം മരിച്ചില്ല. യഹോവ എന്നോട് പറഞ്ഞു, പിശാച് പറഞ്ഞു നീ മരിക്കത്തൊന്നില്ല എന്ന് പറഞ്ഞു. ആരാ സത്യം പറഞ്ഞേ? സാത്താനാ സത്യം പറഞ്ഞു. കൺഫ്യൂഷൻ ആക്കല്ല കേട്ടോ. സ്തോത്രം എന്ന് പറഞ്ഞാൽ വൃക്ഷഫലം തിന്ന മാത്രയിൽ ഇവന്റെ അന്തർമനുഷ്യൻ മരിച്ചു, അകത്തെ മനുഷ്യൻ മരിച്ചു. അവനിലുണ്ടായിരുന്ന ദൈവജീവൻ മരിച്ചു, അന്തർമനുഷ്യൻ മരിച്ചു. അതിനെ മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യരുടെ 2-ാം അധ്യായത്തിൽ വരണം. പൗലോസ് പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി നിങ്ങളെയും. എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ജീവനുണ്ട്, അവർ യോഗത്തിൽ വരുന്നുണ്ട്, കൺവെൻഷനും വരുന്നുണ്ട്. പക്ഷെ പൗലോസ് പറയുകയാണ് ആദിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അപ്പൊ ആത്മീയമായിട്ട് മരിച്ചിരിക്കുന്ന അവസ്ഥ. ഈ അടുത്ത ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങളങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രണക്കത്തിലെന്ന് എനിക്കറിയാം. ആരാധനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സ്വോത്രം പറയാൻ പറയുമ്പം എന്നെ കൊണ്ടെന്ന് പറയിപ്പിച്ചെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്വോത്രം പറയും. എന്നാൽ അത് കഴിഞ്ഞ് ജനറൽ ബോഡി വരും, അല്ലെ കമ്മിറ്റി വരും. അതുവരെ മിണ്ടാതിരുന്ന ചില ആൾക്കാർ അതെന്നാ ചാക്കോച്ചനാ പറഞ്ഞെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വരും. എന്ന് പറഞ്ഞാൽ ഇവന്റെ അന്തർമനുഷ്യൻ, അകത്തെ ആത്മീയ മനുഷ്യൻ മരിച്ചു. ജഡിക മനുഷ്യന് ജീവനുണ്ട്. അതാ പുള്ളി അന്നേരം ചാടി എഴുന്നേക്കുന്നത്. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോ ഒരു വികാരവും ഇല്ല, ഒരു വികാരവും ഇല്ല. എന്നാ വേൾഡ് കപ്പ് കാണാൻ തുടങ്ങുമ്പോൾ അടുത്തിരിക്കുന്ന കസേരയ്ക്ക് തൊഴിക്കും. അന്നേരം പുള്ളിക്ക് വികാരം ആത്മീക മനുഷ്യൻ മരിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മരിച്ചിരിക്കുന്നെങ്കിൽ ഒരു CPR ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കണം. ചത്ത് കിടക്കുന്ന മനുഷ്യൻ ആത്മജീവൻ പ്രാപിക്കണം. ആരാധനയിൽ ജീവൻ പ്രാപിക്കണം, പ്രാർത്ഥനയിൽ ജീവൻ പ്രാപിക്കണം, ദൈവകൃപയിൽ ജീവൻ പ്രാപിക്കണം. ഇന്നലത്തെ അനുഭവമല്ല, പുതിയ ജീവൻ, പുതിയ കൃപ ദൈവസന്നിധിയിൽ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എഴുതി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പടയാളി. പുള്ളി ഭയങ്കര പേടിത്തോണ്ടനായിരുന്നു. ഈ റിപ്പോർട്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് കിട്ടി. അലക്സാണ്ടർ ചക്രവർത്തി അവനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അതിന്റെ പേരെന്തുവാ? എന്റെ പേര് അലക്സാണ്ടർ. അപ്പൊ ചക്രവർത്തി പറഞ്ഞു, ഒന്നീ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റണം. എന്റെ പേര് ബന്ധക്കോസുകാരൻ, വാക്യം പറയും. ഒന്നീ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ സ്വഭാവം മാറ്റണം. സ്വതന്ത്രം വരുന്നില്ല. സ്വതന്ത്രം ജീവനുള്ളവർക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. മുടിയപുത്രനെ നോക്കിക്കൊണ്ട് അപ്പൻ വിളിച്ചു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെ, ഈ എന്റെ മകൻ മരിച്ചവനാണ്. മരിച്ചെങ്കിൽ അവൻ 2 കാലിൽ നടന്ന് വീട്ടിലെത്തുന്നത് എങ്ങനെ വന്നേ? ചത്തതല്ലേ എന്ന് പറഞ്ഞ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇവന്റെ അന്തർ മനുഷ്യൻ മരിച്ചു, ആത്മീയ മനുഷ്യൻ മരിച്ചു. സ്തോത്രം. നമുക്ക് 2-3 ജീവനുണ്ട് കേട്ടോ. ഈ ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ ജീവൻ മാത്രമല്ല, ഇതിന്റെ അകത്തൊരു ജീവനുണ്ട്. അകത്തെ മനുഷ്യൻ എന്ന് പറയും. അകത്തെ മനുഷ്യൻ അതിശക്തിയോടെ ബലപ്പെടണമെന്നാണ് പൗലോസ് പറഞ്ഞത്. പുറമേ മനുഷ്യൻ ബലപ്പെട്ടില്ലേലും ഒരു കുഴപ്പമില്ല, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ദൈവക്രിസ്തു ആത്മ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പണ്ടൊരു അമ്മമ്മ തത്തെ വാങ്ങിച്ചു. വർത്തമാനം പറയുന്ന തത്തെ വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ദിവസം കഴിഞ്ഞു, വർത്താനം പറയുന്നില്ല തത്ത. കടക്കാരനോട് എന്ന് പറഞ്ഞു, ഈ തത്ത വർത്താനം പറയുന്നില്ല, എന്റെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. കടക്കാരൻ പറഞ്ഞു, ആ കൂടിന്റെ അകത്ത് ഒരു ചെറിയ ഊഞ്ഞാല് കെട്ടിക്കൊടുത്താൽ ആ ഊഞ്ഞാലിൽ ആടി കളിക്കുമ്പോൾ പിന്നെ തത്ത ചിലപ്പോൾ വർത്താനം പറയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അങ്ങനെ ചെയ്തു, തത്ത വർത്താനം പറയുന്നില്ല. അടുത്ത ദിവസം പറഞ്ഞ ഒരു പാവ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ അത് കണ്ട് കളിച്ച് ചിലപ്പോൾ അത് വർത്താനം പറയുമെന്ന് പറഞ്ഞു. 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ തത്ത വർത്താനം പറയുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തത്ത അങ്ങ് ചത്തുപോയി. അപ്പൊ കടക്കാരനോട് എന്ന് പറഞ്ഞു, നീ തന്ന തത്ത ചത്തുപോയി, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, പക്ഷെ തത്ത ചത്തുപോയി. അപ്പൊ കടക്കാരൻ ചോദിച്ചു, നീ അതിന്റെ തീറ്റി വല്ലതും കൊടുത്തായിരുന്നോ? ഇല്ല, ബാക്കിയെല്ലാം ചെയ്തു. അകത്തെ മനുഷ്യൻ ചത്തുപോയി. അന്തർ മനുഷ്യൻ മരിച്ചിരിക്കുക. ഇന്ന് രാത്രി അന്തർ മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ബലപ്പെടണം. ദൈവം
ഇന്നത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാത്രമെന്ന് വരേണ്ടത്. ഇത് മൺപാത്രമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പാത്രത്തിന്റെ അകത്ത് ഒരത്യന്ത ശക്തിയുണ്ട്, ഒരത്യന്ത ശക്തിയുണ്ട്, ഒരത്യന്ത ശക്തിയുണ്ട്. നീ ജീവനുള്ളവനാണ്. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. അങ്ങനെ നീ എന്ത് ചെയ്യണം? ഉണർന്നു കൊള്ളുക, ഉണർന്നു കൊള്ളുക. റിവൈവൽ. നമുക്ക് എല്ലാവർക്കും റിവൈവൽ ഇഷ്ടമല്ലേ? റിവൈവൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ആരാധനയ്ക്ക് വരുമ്പോഴും യോഗത്തിന് വരുമ്പോഴെല്ലാം ആത്മീയമായി ശക്തി പ്രാപിച്ചു വലിയ ഭാഷ പറയുന്നു. അത് റിവൈവൽ നല്ലതാണ്. പക്ഷേ അത് ആവശ്യം, അത്യാവശ്യം. അതില്ല നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഒരാരാധനയ്ക്ക് വന്ന ആത്മാവിൽ ആരാധിച്ചിട്ട് അതിന്റെ വിഷമം പിറ്റേ ദിവസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. റിവൈവൽ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ദേവദാസം പറഞ്ഞിങ്ങനെയാണ്, റിവൈവൽ ഈസ് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ഗോഡ് ഇൻ എ നോയ്സി വേൾഡ്. ശബ്ദമുഖരിതമായ ലോകത്തിൽ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നത് ഉണർവാണ് എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതന് കേൾക്കാൻ കഴിയാതിരുന്ന ശബ്ദം ശമൂവേൽ കേട്ടു. അത് ഉണർവാണ്. റിവൈവൽ ഈസ് സീയിങ് ദ വിഷൻ ഓഫ് ഗോഡ് ഇൻ എ ഡാർക്ക് വേൾഡ്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ ദർശനം കിട്ടിയാൽ അതൊരു റിവൈവൽ. ആ ഉണർവാ. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേലിനെ കുറിച്ച് പറയുക, കെബാർ നദീതീരത്തെ പ്രവാസികളുടെ നടുവിലിരിക്കുമ്പോൾ എല്ലാരും കരഞ്ഞു തൂങ്ങി അലരി വൃക്ഷങ്ങളിന്മേൽ കിന്നരങ്ങളെ തൂക്കിയിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്റെ മധ്യത്തിൽ പറയുക, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വർഗ ദർശനം കണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പിന്നെ ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. മാനസാന്തരം. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഉണരാതിരുന്നാൽ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കള്ളം വന്ന് വീട്ടിലെ ചോറ്റുപാത്രവും തവിയും ചട്ടിയും പറക്കാനാണ് കള്ളം വരുന്നത്. കള്ളം വരുന്നത് ഏറ്റവും വില കൂടുതലെ കൊണ്ടുപോകാനാണ്. തന്റെ നിക്ഷേപം ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കള്ളനെ പോലെ വന്ന് തന്റെ നിക്ഷേപവുമായിട്ട് അവൻ കടന്നു പോകും. സ്തോത്രം. ഞാനും നിങ്ങളും അവന്റെ നിക്ഷേപമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നമ്മെ ചേർക്കാൻ അവൻ വരും. ഏത് സമയത്ത് വരുമെന്ന് അറിയത്തില്ല. 2023 അവന്റെ വരവുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചു. ഒരുപക്ഷെ 2024 ഈ ദിവസങ്ങളിലൊന്നിൽ അവൻ മടങ്ങി വരുവാൻ സാധ്യതയുണ്ട്. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് അറിയുകയില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എന്നിട്ടേക്ക് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. നിങ്ങൾക്കറിയാമോ ഉടുപ്പ് മലിനമാകാന്ന് പറഞ്ഞാൽ എന്തുവാണ്? മഴക്കാലത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന ഉടനെ ഉടുപ്പ് അല്ലെങ്കിൽ ഡ്രസ്സ് ചെളി പറ്റാതെ നമ്മൾ അല്പം ഉയർത്തി സൂക്ഷിച്ച് ഒക്കെ ആ ബസ്സിൽ കയറി ഇറങ്ങി ചെയ്യുന്നല്ലേ? ഉടുപ്പ് മലിനമാകാതിരിക്കാൻ, ഡ്രസ്സ് മലിനമാകാതിരിക്കാൻ. ഉടുപ്പ് എന്ന് പറയുന്നത് ആത്മീയ ഭാഷയിൽ ജീവിത വസ്ത്രമാണ്. ജീവിതം മലിനമാകാതെ. സ്തോത്രം. ജീവിതം മലിനമാകാനുള്ള സാധ്യതകളുടെ മധ്യത്തിൽ ജീവിതം മലിനമാകാതെ സൂക്ഷിക്കുന്ന കുറെ പേർ ഈ ഉന്നതാനിയിലുണ്ടെന്ന് ദൈവത്തിന്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. എല്ലാവരും മലിനപ്പെട്ട് നടക്കട്ടെ. കളങ്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടവര് ഒരു മണവാട്ടി അവൻ തിരഞ്ഞെടുത്തു. മണവാട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറയില്ലാതെ, കളങ്കമില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ തന്റെ സഭ, തന്റെ കാന്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്നാ പ്രശ്നം? തീരുമാനം ചെയ്യണം. ഇതാ ഞാൻ വേഗം വരുന്നത്. അവരെ ഇവരെ നോക്കി നമ്മുടെ നിത്യം ഇഷ്ടപ്പെടണ്ടേ? അല്ലെ ആ ചാർജി പൊളിറ്റിക്സ് പറയും നമ്മുടെ നിത്യം നമുക്ക് ഇതൊരു വിഷയമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം നിത്യത മാത്രം. അവിടെ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ആരെയും എവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ നമ്മളെ ഇത് ബാധിക്കുന്നില്ല. നമ്മുടെ നിത്യതയുള്ള ലക്ഷ്യം എങ്ങനെയും അവിടെ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കളനെ പോലെ വരും. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സതീശൻ നിനക്കുണ്ട്. സദൃശ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വാക്യം 1-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവളുടെ മലിനത അവളുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ കാണുന്നു. അവൾ ഭാവികാലം ഓർത്തില്ല.
വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. അവളുടെ മലിനത ഉടുപ്പിന്റെ വെളുപ്പിൽ കാണുന്നു, അവൾ ഭാവികാലം ഓർത്തില്ല. അവളുടെ മലിനത അവളുടെ വസ്ത്രത്തിൽ കാണുന്നു. അടുത്ത കാര്യം പറയുക, എങ്ങനെ മലിനത പറ്റിയെന്നറിയാമോ? ഭാവികാലം ഓർത്തില്ല. ഭാവികാലം ഓർത്തില്ല. ഇവിടെ ഇതും കൊണ്ട് അങ്ങ് ജീവിക്കാമെന്നാ വിചാരിച്ചേ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കൊരു ഭാവികാലമുണ്ട്. നാം പ്രത്യാശിക്കുന്ന ഒരു ഭാവികാലമുണ്ട്. നമ്മുടെ ജീവിതം ഇവിടെ താൽക്കാലികമാണ്. നമ്മൾ ആ ഭാവികാലം നോക്കിയിരിക്കുന്നവരാ. ശുഭകരമായ ഒരു ഭാഗ്യകാലം ഓർത്താൽ ജീവിതവസ്ത്രത്തെ മലിനമാക്കാതെ സൂക്ഷിക്കാൻ കഴിയും. സ്തോത്രം. ഇപ്പോഴത്തെ കാര്യമല്ല ഓർക്കേണ്ടത്, വരാൻ പോകുന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആ ഓർത്താൽ ഈ വസ്ത്രത്തെ മലിനപ്പെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. മലിനമാകാത്ത കുറെ പേർ സന്ദേശുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. കൂടെ നടക്കണമെങ്കിൽ എന്തോ വേണം? യോഗ്യത. ഡൽഹിയില് മോഡിജി വന്ന് റോഡിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് മോഡിജിയുടെ കൂടെ നടക്കാൻ ചെന്നാൽ പോലീസ് എന്നെ പിടിച്ച് നല്ല സത്യസന്ധ ഇറക്കി വിടും. മോദിജിയുടെ കൂടെ നടക്കണമെങ്കിൽ കൂടെ നടക്കാൻ യോഗ്യത വേണം. അങ്ങനാണെങ്കിൽ കുഞ്ഞാടിനോട് കൂടെ നടക്കണമെങ്കിൽ യോഗ്യത വേണം. യോഗ്യത വേണം. സ്തോത്രം. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, വേർപാട് പാലിച്ച്, കർത്തൃമേശയെ ആചരിച്ച്, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച്, ദൈവകൽപ്പനകൾ അനുസരിച്ച് വേർപാട് പാലിച്ചു പോകുന്ന ദൈവമക്കൾക്കാണ് യോഗ്യതയുള്ളത്. അവരാ യോഗ്യതയുള്ളത്. അവരാണ് യോഗ്യതയുള്ളവരാ. യോഗ്യതയുള്ളവർ നമ്മളാ. ദൈവത്തിന് സ്തോത്രം. യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. കുഞ്ഞാടിന്റെ കാന്തയും കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാകുന്ന വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് കാന്തന്റെ കൂടെ നടക്കുന്ന കാന്തയായി തീരുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന് മുഖാന്തരമായി ദൈവമായിട്ടുള്ള സഖിത്വം ഏതെങ്കിലും അവസാനിപ്പിച്ചപ്പോൾ പുതിയ യെരൂശലേമിലേക്ക്, അല്ലെങ്കിൽ പുതിയ ഭൂമിയിൽ കാന്തനോടുകൂടെ ഒന്നിച്ച് നടക്കാൻ ദൈവം നമ്മെ മാടി വിളിക്കുന്നു. അവർ യോഗ്യന്മാരാകിയാൽ കുഞ്ഞാടിനോടുകൂടെ ഒന്നിച്ച് നടക്കും. ജയിക്കുന്നവൻ വെള്ളയെടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ. ഈ മാർഗം ജയാളികളുടെ മാർഗമാണ്. നമ്മുടെ നാഥൻ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, ഹല്ലേലൂയ, പിശാചിനെ ജയിച്ചു, ജയിച്ചു, ജയിച്ചു. നാമും ജയിക്കും, നാമും ജയിക്കും, നാമും ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജയിക്കാൻ പോവാ. ഇപ്പം നമ്മൾ ജയാളികളാ. ഇനി നമ്മൾ മോർ ദാൻ കോൺക്വറീസ്, ജയാളികളെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. സ്തോത്രം. ജയിക്കുന്നവന് വെള്ളയെടുപ്പ്, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, ജയിക്കുന്നവന് പുതിയ പേര്, ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, ജയിക്കുന്നവന് വെള്ളയെടുപ്പ്. ഈ ലോകത്തിൽ കളങ്കവശാതെ കന്തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജയാളികളായ വിശുദ്ധന്മാർക്കായി ജയിക്കുന്നവൻ, ഹല്ലേലൂയ, ജയാളികളായ കർത്താവിന് ഒരു വേണ്ടി ഒരുങ്ങി പ്രസിദ്ധിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സെന്ററിന്റെ ശുശ്രൂഷകരോടും ദൈവദാസന്മാരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാർത്തയെ അവസാനിപ്പിക്കുന്നു.